എൻ്റെ അമ്മക്കുഞ്ഞിൻ്റെ പിറന്നാളാട്ടോ. ചിങ്ങത്തിലെ തൃക്കേട്ടയായിരുന്നു. എൻ്റെ അമ്മക്കുഞ്ഞിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ബ്രഹ്മകുമാരിസിൽ പോയിരുന്നു. അവിടെ അഖണ്ഡയോഗത്തിൽ പങ്കെടുത്തു. എൻ്റെ അമ്മക്കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. നല്ലൊരു ഫാമിലിയിൽ നല്ല ആയുരാരോഗ്യത്തോടെ നല്ല മിടുക്കി കുട്ടിയായിട്ട് നല്ല അപ്പയുടെ അമ്മയുടെയും കൂടെ നല്ല വീട്ടുകാരുടെ ഇടയിൽ ജനിക്കണേ. ഒറ്റപ്പെടുത്തല്ലേ. അമ്മക്കുഞ്ഞിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാൻ അടുപ്പിൽ ചോറ് ഉണ്ടാക്കിയിട്ട് പിന്നെ രാവിലെ അമ്മക്കുഞ്ഞിന് മസാല ദോശ ഉണ്ടാക്കി കൊടുത്തല്ലേ. അതുപോലെ തന്നെ ചായ കുടിച്ച് അമ്മ കൂടെ ഉള്ളപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ അമ്മയെ ട്രീറ്റ് ചെയ്തു. നമ്മുടെ ആത്മാവിനെ ഇതേ അമ്മക്കുഞ്ഞിന് സേമിയ പായസം, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സേമിയ പായസം ഇല്ലേ, പനീർ കറി, പപ്പടം, 3 തരം പപ്പടം. ഇതേ അമ്മക്കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള ഉണ്ണിയപ്പം ആയിക്കൊണ്ടിരിക്കണു. ഇതേ ബീട്രൂട്ട് വട. ഇതേ അമ്മയ്ക്ക് അപ്പം അമ്മ പറയാറുള്ള പോലെ കലത്തിൽ ഞാൻ ചുട്ട് ചോറ് കേട്ടാ. അമ്മക്കുഞ്ഞ് ഹാപ്പി അല്ലേ? പൊന്നുമോളു പാവോ പാവേ, അമ്മക്കുഞ്ഞ് ഹാപ്പി അല്ലേ പാവേ? ഉണ്ണിയപ്പവും പായസവും ഭഗവാന് നിവേദിച്ചു. ഇപ്പോൾ ചോറും എല്ലാം ഭഗവാന് നിവേദിച്ചു. എൻ്റെ അമ്മക്കുഞ്ഞും പാപ്പം കഴിച്ചു. എൻ്റെ അമ്മക്കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഇനി കാത്തിരിപ്പാണ്. ഇനി തിരിച്ചു വരും. വേറെ എവിടെ ജനിച്ചാലും ഞങ്ങൾ വീണ്ടും കാണും. കാരണം എനിക്ക് അമ്മ എത്ര പ്രിയപ്പെട്ടതാണെന്ന് അമ്മയ്ക്കറിയാം. അമ്മ ഞങ്ങളെ തിരിച്ചറിയാൻ പറ്റും. ഭഗവാൻ അതിനുള്ള വഴി ഒരുക്കി തരും. ഓം ശാന്തി.